ഒന്നാം ഘട്ടം കഴിഞ്ഞു. ഇനി രണ്ടാം ഘട്ടത്തിലേക്കുള്ള തിരക്കിലാണ് നേതാക്കൾ. ആവേശം പൊടിപൂരമാക്കി, റോഡുകൾ പൂരപ്പറമ്പാക്കി, സ്ഥാനാർത്ഥികൾ കൈയും മെയ്യും പറന്ന് പ്രചാരണം കൊഴുകൊഴുപ്പിച്ചു കഴിഞ്ഞു. സ്വർണം മുക്കിയ ടീമിന് നാറിയ ഗർഭകഥ മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ അത്തരം കഥകളെ ഇടംകാലുകൊണ്ട് തട്ടി വലത്തെ മൂലക്കിടുകയാണ് കോൺഗ്രസ് നേതാക്കൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തെക്കുറിച്ച് ദിവസവും വാർത്തകളും ചോദ്യോത്തരങ്ങളും നിലനിർത്തുക എന്നത് CPMന്റെ അജണ്ടയാണെന്ന് തുറന്നടിച്ചുകൊണ്ട് കത്തിക്കയറുകയാണ് ഷാഫി പറമ്പിൽ. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന് 24 മണിക്കൂർ മാത്രം ശേഷിക്കവേ ഷാഫി നടത്തിയ ഈ പ്രസ്താവന ജനങ്ങൾ ഇരു കൈയും നീട്ടി ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നതിൽ തർക്കമേയില്ല. രാഹുൽ വിഷയത്തെക്കാൾ ഗുരുതരമായ മറ്റ് ചോദ്യങ്ങൾ കോൺഗ്രസ് ചോദിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണ്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഈ കൊള്ളയുടെ മുഖ്യ കണ്ണിയായിട്ടും എന്ത് നടപടിയാണ് CPM എടുത്തത്? ഇതിനെ രാഷ്ട്രീയപരമായ ആരോപണമോ ഭരണകൂടത്തിന്റെ വേട്ടയാടലോ ആയിട്ട് വെറുതെ തള്ളിക്കളയാനാകില്ല. ഇത് കോടതി കണ്ടെത്തിയതാണ്. എന്നിട്ടും CPMന് എന്ത് നിലപാടാണ് ഉള്ളതെന്ന് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ദേവസ്വം ബോർഡ് സ്വത്ത് കക്കാനുള്ളതല്ല എന്ന് ജനങ്ങൾ അവരെ പഠിപ്പിക്കുമെന്ന് ഷാഫി പറയുകയാണ്. കൂടാതെ വെൽഫെയർ പാർട്ടിയുമായി കോൺഗ്രസ് ധാരണ ഉണ്ടാക്കുന്നു എന്ന മുഖ്യമന്ത്രിയുടെ ആരോപണത്തെ അദ്ദേഹം വിമർശിക്കുന്നുമുണ്ട്. മുഖ്യമന്ത്രി പണ്ട് ദേശാഭിമാനിയിൽ അവരെ അനുകൂലിച്ചെഴുതിയതും അവരുടെ പിന്തുണയിൽ നഗരസഭ ഭരിച്ചതും ജമാഅത്തെ ഇസ്ലാമി ഓഫീസിൽ ചർച്ച നടത്തിയതുമൊന്നും ജനങ്ങൾ മറന്നിട്ടില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഷാഫി പറമ്പിൽ. കൂടാതെ UDFന് അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥയാണ് നിലവിലുള്ളത് എന്ന് ഊട്ടി ഉറപ്പിക്കുകയും ചെയ്യുന്നു. ജനങ്ങൾ UDF തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നു. തങ്ങൾക്ക് നേരിടുന്ന വ്യക്തിപരമായ ആക്രമണങ്ങൾക്കെതിരെയുള്ള കവചം ജനങ്ങളാണ് എന്നും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രയോറിറ്റി സർക്കാരിനെതിരാണെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നെന്നും പറയുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി കാണാം. ഞാൻ ഇന്നലെ തിരുവനന്തപുരത്തായിരുന്നു, രാവിലെ കൊല്ലത്തായിരുന്നു, ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്തായിരുന്നു. ഞാൻ ഇന്നലെ ഏതാണ്ട് 8 പരിപാടികളോളം അവിടെ പങ്കെടുത്തു. അപ്പോൾ വലിയ ജനസാന്നിധ്യവും വലിയ ആവേശവും UDF ക്യാമ്പുകൾ വളരെ ലൈവാണ്. ഇന്നലെ ഇപ്പോൾ കാലത്ത് 6:30-7 മണിക്കൊക്കെ റോഡ് ഷോ നടത്തി. അവിടെ പോലും പ്രവർത്തകരും ജനങ്ങളും ഒക്കെ ഇറങ്ങുന്നതും പൊതുവെ UDFന് അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥയാണ്. ജനങ്ങൾ UDF തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ആദ്യഘട്ടത്തിലായാലും കഴിഞ്ഞ 10 വർഷമായിട്ട് 2 ടേമായിട്ട് UDF പരാജയപ്പെട്ടിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരു സീറ്റ് തിരിച്ചു പിടിക്കാനാണ് റിജൽ മാക്കുറ്റി പോലെ ഒരാളെ പാർട്ടിയും മുന്നണിയും നിയോഗിച്ചിട്ടുള്ളത്. ഇപ്പം തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ ശബരി മത്സരിക്കുന്നു, ഇവിടെ റിജിൽ മത്സരിക്കുന്നു. അപ്പോൾ ഈ ഫൈറ്റിന് എത്ര സീരിയസ് ആയിട്ടാണ് കോൺഗ്രസ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവ് റിസൾട്ടാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സമീപകാലത്തെ ലോക്കൽ ബോഡി ഇലക്ഷനുകളിൽ ഏറ്റവും നല്ല പെർഫോമൻസ് UDF കാഴ്ചവെക്കുന്ന, കോൺഗ്രസും പ്രത്യേകിച്ച് കാഴ്ചവെക്കുന്ന ഒരു ഇലക്ഷൻ ആയിരിക്കും ഇത്. 2 ആക്ഷേപങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, ഈ പറയുന്ന വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ഒരു ഡീല് എന്നുള്ളത് മുഖ്യമന്ത്രി ഓരോ വാർത്താ സമ്മേളനങ്ങളും ആവർത്തിച്ച് പറയുകയാണ്. പ്രത്യേകിച്ച് ഈ സ്ഥലത്തൊക്കെ അത് ഭയങ്കരമായി ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലെന്താണ് ഒരു റിപ്ലൈ? അദ്ദേഹത്തിന് പണ്ട് ദേശാഭിമാനി എഴുതിയിരുന്നതോ അദ്ദേഹം അവരുമായിട്ട് ചർച്ച നടത്തിയതോ അല്ലെങ്കിൽ അവരെ പിന്തുണച്ചിരുന്ന കാലത്ത് ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചൊക്കെ ഉണ്ടായിരുന്ന അവരുടെ അന്നത്തെ അഭിപ്രായമൊക്കെ അദ്ദേഹത്തിന് ഓർമ്മയില്ലെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് ഓർമ്മയുണ്ട്. അക്കാലത്ത് അവർ പറഞ്ഞിരുന്ന നിലപാടെന്ത്. അപ്പം അവരെ പിന്തുണക്കുന്ന ഞങ്ങളിപ്പം UDF അങ്ങനെ ഒരു ഓപ്പൺ ഡിക്ലെയർഡ് ഘടകകക്ഷിയോ മുന്നണിയോ ധാരണയൊന്നും അത്തരം അങ്ങനെ ഉണ്ടാക്കിയതായിട്ട് നമുക്കൊരു പ്രഖ്യാപനം ഇല്ല. പ്രാദേശികമായിട്ട് ആരെങ്കിലും നീക്കുപോക്കുണ്ടാക്കി അല്ലാതെ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ പോയി ചർച്ച നടത്തുമ്പോൾ അപ്പം വെൽഫെയർ പാർട്ടിക്ക് കുഴപ്പമില്ല, അവരെ പിന്തുണക്കുമ്പോൾ വെൽഫെയർ പാർട്ടി നല്ലതാണ്. അവർ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയിൽ നഗരസഭ ഭരിക്കുമ്പോൾ, മുഖത്തൊക്കെ അങ്ങനെ നഗരസഭ ഭരിക്കുമ്പോൾ അപ്പോൾ വെൽഫെയർ പാർട്ടി നല്ലതാണ്. ജമാഅത്തെ ഇസ്ലാമി ഓഫീസിൽ പോയി അവർ പോയി ചർച്ച ചെയ്യുമ്പോൾ അപ്പോൾ വെൽഫെയർ പാർട്ടി നല്ലതാണ്. ദേശാഭിമാനിയിൽ അന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനെന്താണെന്ന് ചോദ്യം ഇങ്ങോട്ട് തിരിച്ച് ചോദിക്കുമ്പോൾ വെൽഫെയർ പാർട്ടി നല്ലതാണ്. എവിടെയെങ്കിലും വെൽഫെയർ പാർട്ടി അവരെ പിന്തുണക്കുന്നില്ലെങ്കിൽ പിന്നെ ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ അതൊന്നുമില്ലാതെ തന്നെ ഈ പറയുന്ന ഒരു ന്യായീകരണത്തിന് നിൽക്കാതെ തന്നെ ജനങ്ങൾ അവരെ പരാജയപ്പെടുത്തുമെന്ന കാര്യത്തിന് സംശയം വേണ്ട. അപ്പം മുഖ്യമന്ത്രിക്ക് ഓർമ്മ ആ കാര്യത്തിൽ, മുൻ നിലപാടുകളുടെ കാര്യത്തിൽ ഓർമ്മയുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പൊ പറയുന്ന വാക്കുകളിൽ ആത്മാർത്ഥ പറയാൻ പറ്റില്ല. ചേർത്തുള്ള കാര്യമാണ്. റിജിലിന് പ്രത്യേകമായിട്ടും ഒരു വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് ഇപ്പോഴും നേരിടുന്നുണ്ട്. നേരത്തെ ആ ഒരു ബീഫ് വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രതിഷേധത്തിന് പുറത്ത് ഇപ്പോഴും വ്യക്തിപരമായി അദ്ദേഹത്തിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. UDF ഒരു പരാതിയൊക്കെ കൊടുത്തതുമാണ്. അപ്പൊ ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് കാണുന്നത്? 2 സൈഡിൽ നിന്നും ഒരേപോലെ അറ്റാക്ക് വരുന്നുണ്ട്. അല്ല, അത് വോട്ടർമാർ മനസ്സിലാക്കുമല്ലോ. വോട്ടർമാർക്ക് അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ധാരണയുണ്ടല്ലോ. റിജിൽ അങ്ങനെ ഒരു ഇൻസിഡന്റിന് ശേഷം എവിടെയെങ്കിലും പോയി ഓടി ഒളിക്കുകയോ അതല്ലെങ്കിൽ പൊതുപ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുകയോ
പിന്നെ പൊളിറ്റിക്സിൻ്റെ ഭാഗമല്ലാതിരിക്കുകയോ കോൺഗ്രസ് ഐഡിയോളജിയിൽ നിന്ന് മാറി നിൽക്കുകയൊന്നും ചെയ്തിട്ടുള്ള ഒരാളല്ല. ആ ഇൻസിഡൻറ്റിൽ കോൺഗ്രസ് പാർട്ടി റിജലിനെതിരെ ഒരു ആക്ഷൻ എടുത്തു. അതൊരു പിന്നെ ആക്ഷൻ എടുത്തപ്പോഴും പാർട്ടിയുടെ ആശയങ്ങളെന്നോ ജനങ്ങൾക്കിടയിൽ നിന്നോ ബന്ധത്തിനോ പ്രവർത്തനത്തിനോ ഒന്നും ആ ഒരു പീരീഡ് കഴിഞ്ഞു. അയാൾ അതിന് ശേഷം എത്രയോ വർഷങ്ങളായിട്ട് പൊതുപ്രവർത്തനം നടത്തുന്നു, എത്രയോ വർഷമായിട്ട് സേവന രംഗത്തുണ്ട്. കോവിഡ് വന്നപ്പം പിന്നെ യൂത്ത് കെയറിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും സജീവമായിട്ട് ഈ കണ്ണൂർ ടൗണിൽ ഓടി നടന്നിരുന്നത് ചെറുപ്പക്കാരനാണ്. അപ്പോൾ അതൊന്നും ആരും കാണുന്നില്ല. അപ്പോൾ വിവാദം ഉണ്ടാക്കുന്നവരും അറ്റാക്ക് ചെയ്യുന്നവർക്കും ഒരു സിംഗിൾ പോയിന്റിലേക്ക് മാത്രം നിർത്തി അയാളുടെ രാഷ്ട്രീയ വളർച്ചയെ അയാൾക്ക് ഇവിടുത്തെ ജനങ്ങൾ കൊടുക്കുന്ന ഒരു പിന്നെ പിന്തുണയും ഇല്ലാതാക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് ഇനിയിപ്പം ഇരുപക്ഷവും എന്ന് ഇനിയിപ്പോൾ അതിനെ പറയേണ്ട കാര്യമില്ല. അങ്ങനെ രണ്ട് പക്ഷത്തു നിന്നുള്ള അറ്റാക്കല്ല, അത് മിക്കവാറും ഒരു പക്ഷമായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു കാര്യം കൂടെ പറയാം. ഇപ്പം പിന്നെ ധർമ്മേന്ദ്ര പ്രധാൻ മറ്റേ പാർലമെന്റിൽ രാജ്യസഭയിൽ പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടതല്ലേ? ഈ ഡീൽ ഉണ്ടാക്കുന്നതിൽ ബ്രിട്ടാസ് വഹിച്ച പങ്കിനെ സംബന്ധിച്ച് എത്ര ആവേശത്തോടെയാണ് അയാൾ സംസാരിക്കുന്നത്. ഇതൊരു സാധാരണ CPM പ്രവർത്തനം ഉൾക്കൊള്ളാൻ പറ്റുമോ? സൈബർ ഇടത്തിൽ അവർ റിജലിനെ അറ്റാക്ക് ചെയ്തോട്ടെ, പക്ഷെ ഉള്ളിൽ അവർക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അത് ഫുള്ള് RSS അജണ്ടയാണെന്ന് പറഞ്ഞ PM ശ്രീ അത് ഒപ്പിടാൻ വേണ്ടി പിന്നെ ബിനോയ് വിശ്വം അറിയാതെ, മന്ത്രിസഭയിലെ 4 ക്യാബിനറ്റ് മന്ത്രിമാരറിയാതെ, D രാജ അറിയാതെ, MA ബേബി പോലും അറിയാതെ ഒരു തീരുമാനമെടുത്തതിനെ CPMന്റെ സാധാരണ സഖാക്കൾ നമ്മുടെ മുമ്പിലല്ല അവരുടെ ഉള്ളിൽ എങ്ങനെ ന്യായീകരിക്കുക? ഞാൻ വിചാരിക്കുന്നത് ഇത്തവണ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിന്റെ വോട്ടും കൂടെ ചിലപ്പോൾ റിജൽ മാക്കുറ്റിക്കായിരിക്കും വരിക. ഇതിനകത്തെ ഷാഫിയും കൂടി ഒരു വലിയ അറ്റാക്ക് നടക്കുന്നുണ്ടല്ലോ പോയി സൈബർ അടുത്ത്, പ്രത്യേകിച്ച് ഈ രാഹുൽ ഇഷ്യുമായിട്ട് ബന്ധപ്പെട്ട്. അത് പിന്നെ ആ കാര്യത്തിൽ ഞാൻ പോകുന്നില്ല. ആ കാര്യത്തിൽ പിന്നെ കൃത്യമായിട്ടുള്ള നിലപാടും നടപടിയും പാർട്ടി എടുത്തു കഴിഞ്ഞു. പാർട്ടി അതിന്റെ എക്സ്ട്രീം സ്റ്റാൻഡ് അക്കാര്യത്തിൽ ഞാൻ സ്റ്റാൻഡിന്റെ കാര്യമാണ് പറയുന്നത്. അത് പാർട്ടി എക്സ്ട്രീം ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് അക്കാര്യത്തിൽ എടുത്തു കഴിഞ്ഞു. ഇനി വാർത്തകൾ എല്ലാ ദിവസവും അതിനെ സംബന്ധിച്ചുള്ള ചോദ്യോത്തരങ്ങളിലേക്ക് ചുരുക്കണം, അല്ലെങ്കിൽ അത് തന്നെ വാർത്തയായിക്കൊണ്ടിരിക്കണം എന്നുള്ളത് CPM അജണ്ടയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ വേറെ ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇപ്പം ശബരിമലയിൽ ഇത്ര വലിയൊരു അഴിമതി നടത്തിയതിന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഒരു കൊള്ള അവിടെ നടത്തിയതിന് കോടതിയൊക്കെ പറഞ്ഞിരിക്കുന്ന കണ്ടെത്തൽ അതീവ ഗുരുതരമായിട്ട്, ഒരു പരാമർശമല്ല, കണ്ടെത്തലാണ്. കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്. രാഷ്ട്രീയ ആരോപണമായിട്ട് പറയാൻ പറ്റില്ല, അവരെ പോലീസ് പിന്നെ എതിർ ഭരണകൂടത്തിന്റെ വേട്ടയാടലായിട്ട് പറയാൻ പറ്റില്ല. ഒരു നിലക്കും ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയാത്ത ഒരു കേസിൽ അകപ്പെട്ട് അവരുടെ ഉന്നത നേതൃത്വം കിടക്കുമ്പോൾ ഒരു ഉത്തരവാദിത്വം അതിൻ്റെ ഏറ്റെടുക്കാത്ത ആളുകൾ, ഒരു നടപടിയും അതിൻ്റെ ഏറ്റെടുക്കാത്ത ആളുകൾ, അതിനെ സംബന്ധിച്ചാണ് കേരളം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നത്. ഈ ഇലക്ഷൻ കഴിയുമ്പോൾ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ സ്വത്ത് അയ്യൻ്റെ ആണെങ്കിലും അമ്പലത്തിൻ്റെ ആണെങ്കിലും സ്വത്ത് കാക്കാനുള്ള ബോർഡാണ്, കക്കാനുള്ളതല്ല എന്ന് ജനങ്ങൾ അവരെ പഠിപ്പിക്കും. പക്ഷേ വ്യക്തിപരമായി ഭയങ്കര അറ്റാക്ക് നേരിടുന്നുണ്ടല്ലോ. വ്യക്തിപരമായി കൂടി അറ്റാക്ക് നേരിടുന്നു. അല്ല, അതിന് ഞാൻ പറഞ്ഞത് ഞങ്ങൾ ജനങ്ങൾക്കിടയിലാണല്ലോ ഇതൊക്കെ ഞങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ അറ്റാക്കും പ്രതിരോധമൊക്കെ ജനങ്ങളാണ്. അവരുടെ ഇടയിൽ കാര്യങ്ങളുണ്ട്, അവർക്കറിയാം എന്താണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രയോറിറ്റി. ആ പ്രയോറിറ്റികൾ ഈ ഗവൺമെൻറ്റിനെതിരാണ്. അതിനനുസരിച്ച് അവർ വോട്ടുകൾ രേഖപ്പെടുത്തും. ഞങ്ങളുടെ എല്ലാ കവചവും ജനങ്ങളാണ്.